നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചിത്തിര ചോതി വിശാഖം നാളുകൾക്ക് കിഡിലൻ സമയം വരുന്നു. ആഘോഷപൂർവം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഘോഷയാത്രയായിട്ട് വരും മീനമാസത്തിൽ. മീനമാസം എന്ന് പറയുമ്പോൾ ഏകദേശം മാർച്ച് 15 തൊട്ട് ഏകദേശം ഏപ്രിൽ 14 വരെ മീനമാസം. അപ്പോൾ കൃത്യമായിട്ടുള്ള അത് പറയുകയാണെങ്കിൽ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശി. തുലാം രാശിക്ക് മീനമാസത്തിൽ ഇടിവെട്ട് സൗഭാഗ്യം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ടൈമിങ് പറയുകയാണെങ്കിൽ 2026 മാർച്ച് 15 സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നത് വെളുപ്പിന് 1:04 AM അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങളുണ്ട്. അതൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ തരുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് വേണ്ട, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ, ആ സംവിധാനം ഉണ്ടെങ്കിൽ ദയവേത് ഹൈപ്പിങ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ തുടങ്ങാം. അതായത് മാർച്ച് 15 സൂര്യൻ മീനമാസത്തിൽ മീനം രാശിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക്. ഓക്കെ, പക്ഷെ അതിനകത്തൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പ്രശ്നമല്ല, 1.5 പ്രശ്നമുണ്ട്. പക്ഷെ അത് തുലാം രാശിക്കാർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മുഴുക്ക പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഗ്രഹനില വരികയാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞോളാം. അത്യാവശ്യം 1.5 പണിയായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. സമൂഹത്തിന്, രാജ്യത്തിനും ഒക്കെ കിട്ടാം. അത് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇത് 6ാം ഭാവത്തിൽ ശനി ഉണ്ട് അവിടെ നേരത്തെ തന്നെ. കൂടാതെ ശുക്രൻ മാർച്ച് 26 വരെയുണ്ട്. ഈ ശനിയും ശുക്രനും തമ്മിൽ സുഹൃത്തുക്കളാണ്, മിത്ര ഗ്രഹങ്ങളൊക്കെയാണ്. പക്ഷേ സൂര്യനും ശനിയും ശത്രുക്കളാണ്. സൂര്യനും ശുക്രനും ശത്രുക്കളാണ്. അപ്പോൾ ശത്രുവായ ശുക്രൻ്റെ ഉച്ച രാശിയാണ് മീനം. അപ്പോൾ അവിടെ പ്രശ്നമാണ്. അതായത് ശത്രുശല്യം പ്രതീക്ഷിക്കാം പൊതുവെ. എന്നാലും തീർച്ചയായിട്ടും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് ശനിയും സൂര്യനും വരുന്നു. ശുക്രൻ അവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. മാർച്ച് 26 ശുക്രൻ മേടം രാശിയിലേക്ക് പോവും. അതും ശുക്രൻ്റെ ഭാവം കൊണ്ട് അനുകൂലമല്ല. 6ലും 7ലും ഈ ശുക്രൻ അത്ര വലിയ നേട്ടമൊന്നും തരത്തില്ല, വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. ശുഭഗ്രഹമായിട്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഒരു 1000 രൂപ മാർച്ച് 15 കിട്ടേണ്ടത് ഒരു മാർച്ച് 20 ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നേ ഉള്ളൂ. ഗുരുതരമായ പ്രശ്നമില്ല. പക്ഷേ സംഭവം ഇതാണ്, 6ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ സൂര്യൻ 3, 6, 10, 11 ഈ ഭാവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നത്. 5ാം ഭാവത്തിലും 9ാം ഭാവത്തിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നേട്ടങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ അഷ്ടമത്തിലൊക്കെ വരുമ്പോഴാണ് പണി പാലും വെള്ളത്തിൽ കിട്ടുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് ശനിയും സൂര്യനും ഒരുമിച്ച് വരുന്നത് ദോഷകരമാണ്. എന്നാൽ തന്നെയും നമുക്ക് അത്യാവശ്യം നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കാരണം 6ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമാണ്, 6ാം ഭാവത്തിൽ ശനിയും അനുകൂലമാണ്. അപ്പോൾ അത് കൊണ്ട് ഈ ശനിയും സൂര്യനും തമ്മിലുള്ള ആ അടിപിടി കുറച്ച് കുറയും.
അത് മാത്രമല്ല ശനി ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ്. ഈ സുഹൃത്ത് നക്ഷത്രമായ ശുക്രൻ്റെ ഉച്ച രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു ചെറിയ ഡിസ്കൗണ്ട്, ഈ അടി വഴക്കിന് ഉള്ള ഒരു ചെറിയ. അത് മാത്രമല്ല, പൊതുവേ എല്ലാവർക്കും ഈ മീനമാസത്തിൽ മുഴുവൻ ശനിയും സൂര്യനും കൂടി യോഗം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും, നിങ്ങൾ തുലാം രാശിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യവും വഴക്കുണ്ടാക്കാനുള്ളൊരു പ്രവണതയും ഒക്കെ പൊതുവെ ഉണ്ടാവും. തുലാം രാശിക്കാർക്ക് മാത്രമല്ല, 12 രാശിക്കാർക്ക് മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലും പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടെ ചൊവ്വ വരുന്നുണ്ട്. ചൊവ്വ വരുന്നത് ഏപ്രിൽ 2 മീനൻ രാശിയിൽ വരും. അപ്പോൾ കൂട്ടക്കുഴപ്പമാണ്. അതായത് ഏപ്രിൽ 2 ചൊവ്വ കൂടി ഇപ്പുറത്തോട്ട് വരുന്നു. എവിടെ? മീനം രാശിയിൽ ശനിയോടൊപ്പം സൂര്യനോടൊപ്പം. പ്രശ്നമാണ്. അതായത് തുലാം രാശിക്കാർക്ക് അനുകൂലമാണ്. പറഞ്ഞു വരുമ്പോൾ തുലാം രാശിക്കാർക്ക് ഈ പറഞ്ഞ ഏപ്രിൽ 2 മുതൽ 3 പാപഗ്രഹങ്ങൾ 6ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് നാശമുണ്ടാവും. പക്ഷേ പൊതുവിൽ നമ്മുടെ ഇന്നസെൻ്റ് പറയുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഏപ്രിൽ 2 തൊട്ട് ഈ യുദ്ധവും ഇതുമൊക്കെ അധികരിക്കും. വഴക്കും വക്കാണവും പിന്നെ പ്രകൃതിക്ഷോഭവും ഉണ്ടാവാം. ഓക്കെ, പ്രകൃതിക്ഷോഭം ഉണ്ടാവാം. അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവാം. പലയിടത്തുമൊക്കെ തീപിടുത്തവും ഇതുമൊക്കെ ഉണ്ടാവാം. പക്ഷേ തുലാം രാശിക്കാർക്ക് വിജയമാണ് പറഞ്ഞിട്ടുള്ളത്, നേട്ടമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 2 വരെ നമുക്ക് നേട്ടങ്ങളുണ്ട്. അതിനുശേഷം ചൊവ്വ കൂടി വരുമ്പോൾ ഈ ചൊവ്വയും ശനിയും ശത്രുക്കളാണ്. അപ്പോൾ 2 ശത്രുക്കളുടെ കൂടെ ശനി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ഭാവത്തിൽ ഇത് 3ഉം ഇവർക്ക് തുലാം രാശിക്ക് അനുകൂലമായതുകൊണ്ട് ശത്രുവിൽ വിജയമുണ്ടാവും. വഴക്കും അടിയൊക്കെ ഉണ്ടാവുമെങ്കിലും തുലാം രാശിക്കാർക്ക് ശത്രുവിൽ വിജയം ഉണ്ടാവും. പിന്നെ കടങ്ങൾ കുറയും. പിന്നെ നിരവധി നേട്ടങ്ങളാണ് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് 3 പാപഗ്രഹങ്ങൾ വരുമ്പോൾ. ഈ 6ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമത് ശത്രു, രോഗങ്ങളൊക്കെ ശമിക്കും നിങ്ങൾക്ക്. പിന്നെ കടങ്ങൾ കുറയും. പിന്നെ കേസുകളും വഴക്കുകളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്കായിരിക്കും വിജയം. പിന്നെ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. വാഹനമൊക്കെ സൂക്ഷിച്ച് ഓടിച്ചോളൂ. ചൊവ്വയും ശനിയൊക്കെ അനുകൂലമാണെങ്കിലും വാഹനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക. ഗ്രഹങ്ങളൊന്നും വിചാരിച്ചിട്ട് വെച്ച് വലിയ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തീപ്പൊള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വീഴ്ചകൾ ശ്രദ്ധിക്കുക. നടന്നു പോകുമ്പോഴൊക്കെ പോലും നമ്മൾ വീഴ്ചകൾ പ്രതീക്ഷിച്ചോണം. അപ്പോൾ എന്നിട്ട് സംഭവം പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് മൊത്തത്തിൽ മീനമാസം മുഴുവൻ, അതായത് മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 14 വരെ തുലാം രാശിക്കാർക്ക്, അതായത് ചിത്തിര ചോതി വിശാഖം നാളുകൾക്ക് ബിസിനസ്സിൽ വിജയം, തൊഴിൽപരമായിട്ട് വിജയം. അതായത് തൊഴിൽ തേടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് തൊഴിൽ ലഭിക്കും. ഓക്കെ, അതുകൂടാതെ ഈ തൊഴിൽപരമായിട്ടുള്ള വിജയങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. പിന്നെ ഈ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ ശമിക്കുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക് നാശമുണ്ടാവുകയും ചെയ്യും. ഓക്കെ, പിന്നെ പിതൃഗുണം, സന്താന നേട്ടം, അങ്ങനെയൊക്കെയുള്ള
നിരവധി നേട്ടങ്ങൾ. അതുകൂടാതെ ഏപ്രിൽ 2 തൊട്ട് നമുക്ക് ഇവിടെ ഈ ചൊവ്വയും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ ചൊവ്വയും സൂര്യനും കൂടെ ചേർന്ന് നമുക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പ്രത്യേകിച്ച് പൂർവിക സ്വത്ത്, പിതൃഗുണം, പിന്നെ ഭൂമി ലാഭം. അപ്പോൾ അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ സൂര്യനും ശനിയും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പൈതൃക സ്വത്ത്, അച്ഛൻ്റെ സ്വത്തോ അമ്മയുടെ സ്വത്തോ വല്ലതും നിങ്ങളുടെ പേരിൽ വരാം. നേരത്തെ ഉള്ളത് നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാം ഏതെങ്കിലും തരത്തിൽ. അതായത് ഭൂമി കച്ചവടം വഴിയോ അതല്ലെങ്കിൽ അത് പണയം വെച്ച് ലോൺ എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ സംഭവിക്കും. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. കാര്യം സൂര്യനും ശനിയും ചൊവ്വ ഇവയൊക്കെ അനുകൂലമായിട്ട് വരുന്നു. ഇവിടെ കാര്യമായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല ഈ കാലയളവിൽ. ഏപ്രിൽ 14 വരെ ബുധൻ ഏപ്രിൽ 11 മീനത്തിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് 4 ഗ്രഹങ്ങൾ 6ാം ഭാവത്തിൽ വരുന്നു. ബുധൻ അവിടെ നീചരാശിയിലാണ് വരുന്നത്. എന്നാൽ തന്നെയും 6ാം ഭാവത്തിലാവേണ്ട അനുകൂലമായതുകൊണ്ട് പൊതുവെ ഏപ്രിൽ 11 ശേഷവും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ സാമൂഹികമായിട്ട്, അതായത് പൊതുവിൽ പറയുകയാണെങ്കിൽ 12 രാശിക്കാർക്ക് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഏപ്രിൽ 2 ശേഷം ആ ചൊവ്വ കയറി ഗിയറിട്ട് വരുന്നു, ടോപ്പ് ഗിയറിൽ വരുന്നു. അപ്പോൾ ചൊവ്വ സൂചിപ്പിക്കുന്നത് ഭൂമി ക്രയവിക്രയം, സൂര്യനും ചൊവ്വയും കൂടെ അനുകൂലമാകുമ്പോൾ നമുക്ക് പൈതൃക സ്വത്ത് ലഭിക്കാം. അതുവഴി നേട്ടങ്ങൾ, പലതരത്തിലുള്ള നേട്ടങ്ങൾ നേരത്തെ കിട്ടിയവർക്ക് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ ലോൺ വഴിയോ ഒക്കെ നേട്ടങ്ങളുണ്ടാവാം. പിന്നെ രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. പ്രത്യേകിച്ച് ബുധൻ ഏപ്രിൽ 11 6ാം ഭാവത്തിൽ വരുമ്പോൾ നീചരാശിയാണെങ്കിലും ഗുണങ്ങൾ കുറയുമെങ്കിലും ശത്രുക്കളെല്ലാം തോറ്റ് പിൻവാങ്ങും. നിങ്ങളുടെ ശത്രുക്കളെല്ലാം തോറ്റ് പിൻവാങ്ങും. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ മാർച്ച് 26 ശുക്രൻ മേടൻ രാശിയിലേക്ക് വരുന്നത് അതും അനുകൂലമല്ല. 6ഉം 7ഉം ഭാവത്തിൽ ശുക്രൻ അനുകൂലമല്ല. എങ്കിലും നമുക്ക് ഈ കാലയളവിലാണ് മാർച്ച് 28 ബമ്പർ വരുന്നത്. അതിന് ഞാൻ പറഞ്ഞേക്കുന്നത് ഈ തുലാം രാശിക്കാർക്ക്, ചിത്ര ജ്യോതി വിശാഖം നാളുകൾക്കാണ് സാധ്യത കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ലോട്ടറി എല്ലാം കൂടെ ചറവറ എടുക്കരുത്. ഒരു ലോട്ടറിയൊക്കെ എടുക്കാവുള്ളൂ. അതിനകത്തൊക്കെ നിയന്ത്രണം പാലിക്കണം. ചിലരൊക്കെ 6000, 7000, 10000 രൂപയ്ക്കൊക്കെ ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കും. അതൊന്നും നടക്കത്തില്ല. സംഭവം ഇതാണ്, ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഒന്നിൽ കൂടുതൽ ലോട്ടറി എടുക്കണമെന്ന്. ഓക്കെ, പിന്നെ ലോട്ടറിയെ കുറിച്ച് ഞാനിപ്പോൾ ഓരോ ദിവസത്തെയും ലോട്ടറി പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. എല്ലാറ്റിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മീനമാസം നമ്മുടെ തുലാം രാശിക്കാർക്ക് ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം, ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്രയാണ്. കോടികൾ വരെ നേടാം. കാരണം ഭൂമി ക്രയവിക്രയം ഞാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു 10 കോടിയുടെ ബമ്പറും വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ടോ വർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിലും വർക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ വരും. അത് ചിലപ്പോൾ കോടികൾ വരെ നിങ്ങൾക്ക് കൈവന്നു വരാം. അതൊക്കെ നിങ്ങളുടെ കർമ്മശേഷിയെ. പിന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ഈ രാശിഫലമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ മഹാദശാന്തർദശ നോക്കണം. അതൊക്കെ അനുകൂലമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹനില മൊത്തത്തിൽ
ശുഭകരമായിട്ടുള്ളതായിരിക്കണം. അതുകൂടാതെ ഇത് സൗഭാഗ്യങ്ങളോ ഘോഷയാത്ര ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കണം. ചുമ്മാ ഒന്നും ഇത് കിട്ടത്തില്ല. വെളിച്ചം ചാനലിൽ ഇങ്ങനെ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മറിച്ച് ഇത് നിങ്ങൾ പല അനുഷ്ഠാനങ്ങളും നിർബന്ധമായിട്ടും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതായത് മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ, ഇതെല്ലാം അനുഷ്ഠിച്ച് ഈശ്വരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ നിമിഷവും കർമ്മം ചെയ്യുന്ന നമ്മൾ കർമ്മം ചെയ്യണം, ശരി. പക്ഷെ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം പ്രാർത്ഥനയോടെ കർമ്മം ചെയ്യാം. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ഓം നമ ശിവായ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല, ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്യാമളാദണ്ഡകം ചൊല്ലാം. ഓക്കെ. അപ്പോൾ മന്ത്രജപങ്ങൾ മുടക്കാൻ പാടില്ല. അതുതന്നെ കൃത്യസമയത്തിന് ചെയ്യണം. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചെങ്കിലേ ഈ സൗഭാഗ്യങ്ങളെല്ലാം വരത്തുള്ളൂ. അതായത് ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ കിടക്കുന്നു വിചാരിക്കാം. അത് സംഭവിക്കട്ടെ. ഓക്കെ. ആ 10 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുക, നമ്മുടെ കയ്യിലില്ല. അതിന് നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെന്ന് വിഡ്രോ ചെയ്യണം ബാങ്കിൽ നിന്ന്. ഓക്കെ. ചെക്ക് എഴുതി കൊടുത്ത് ഒപ്പിട്ടൊക്കെ നമ്മൾ പാസ്ബുക്കുമായിട്ടൊക്കെ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് എടുക്കണം, വിഡ്രോ ചെയ്യണം. എങ്കിലേ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ. അതുപോലെ ഈ ഗ്രഹനിലയിൽ, മീനമാസത്തിലെ ഗ്രഹനില, ഇപ്പോൾ 3 ദിവസത്തെ ഗ്രഹനില ഞാൻ എടുത്ത് പരിശോധിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹനിലയിൽ നിറയെ സൗഭാഗ്യങ്ങളാണ്. ഒരു ഗ്രഹം പോലും പ്രതികൂലമായിട്ടില്ല. പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചന്ദ്രൻ അഷ്ടമത്തിലോ 12-ലോ ഒക്കെ വരുമ്പോൾ ചെറിയ പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ ചന്ദ്രൻ്റെ രാശി മാറ്റം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എല്ലാ ദിവസവും അല്ല 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദിനഫലങ്ങൾ അഥവാ രാശിഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞോളാം. എനിവേ, സംഭവം ഇതാണ്. ആകെ മൊത്തം ടോട്ടൽ മീനമാസത്തിൽ, അതായത് മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 14 വരെ നമുക്ക് തുലാം രാശിക്കാർക്ക്, അതായത് ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം, ഇവർക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. സൗഭാഗ്യങ്ങളെ ഘോഷയാത്രയാണ് വരാൻ പോകുന്നത്. അത് വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം നമ്മൾ നേടിയെടുക്കുക. പറ്റുമെങ്കിൽ വ്രതം എടുക്കുക. വ്രതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി മീനും കൂട്ടാതിരിക്കുക മാത്രമല്ല, കഠിനവ്രതമൊക്കെ ഉണ്ട്. അത് ഞാൻ പോലും എടുക്കാറില്ല. പക്ഷേ കഠിനവ്രതമുണ്ട്. നോക്ക്, നമ്മുടെ ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രാപ്രദേശിലെയൊക്കെ അയ്യപ്പ ഭക്തന്മാർ വരുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ തൊഴുതു നിന്ന് പോകും. കാര്യം ആ രീതിയിലാണ് അവർ വ്രതമെടുക്കുന്നത്. കഠിന വ്രതമാണ് ചിലരെടുക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. അതും ചെരുപ്പിടാതെ കറുത്ത വസ്ത്രം ധരിച്ച് മുഴുവൻ സമയവും ഒരു സന്യാസിയേക്കാൾ കൂടുതൽ ആത്മീയതയോടെ, ആത്മീയ ഊർജത്തോടെ അവർ വ്രതമെടുക്കുന്നു. അതൊക്കെ കഠിന വ്രതമാണ്. ഓക്കെ. അത്രത്തോളം ഞാൻ ചെയ്യാറില്ല. പക്ഷെ കഠിനവ്രതം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നത്, മോഹിക്കുന്നത് അതുപോലെ സംഭവിക്കും. ഇതിനൊക്കെ കാര്യങ്ങളുണ്ട്. കാര്യം ഈ വ്രതത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ആഹാരം, സുഖം, അതായത് ഈശ്വരൻ തരുന്നതാണ്. നമുക്ക് ഇറച്ചി മീനുമൊക്കെ തിന്നാം. ഓക്കെ. പക്ഷെ അത് നമ്മൾ വേണ്ടെന്ന് പറയുന്നു. ഭക്ഷണസുഖം നമുക്ക് വേണ്ട, വസ്ത്രലാഭം നമുക്ക് വേണ്ട. ഓക്കെ. മറ്റ് ലൗകിക സുഖങ്ങൾ നമുക്ക് വേണ്ട.
ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ആദ്യം ഈ മാറ്റിവെക്കുന്നതിൻ്റെയൊക്കെ ഭാഗ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം, ചിലർക്ക് വീട് വെക്കുന്നതായിരിക്കും പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്ക് നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന ഭാഗ്യത്തിൻ്റെ ആ ഭാഗ്യം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ വ്രതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഠിന വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, 100% കാര്യങ്ങളെല്ലാം നടക്കും. അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. എനിവേ, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, മെസ്സേജ് അയയ്ക്കുക, ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.